ഞങ്ങൾ താമസിക്കുന്ന ജപ്പാനിലെ കുഞ്ഞു സ്ഥലത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരു ഓട്ടം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകളാണിത്. കുറേയധികം ഫുഡ് സ്റ്റോളുകളായിരുന്നു ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗെയിം സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാക്കിയ ക്രാഫ്റ്റുകളൊക്കെ ഇതുപോലെ വിൽക്കാൻ വെച്ചിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കാലിഗ്രാഫി ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഇവിടെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് നേരം കൊണ്ട് അവരെനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തായിട്ടൊരു ജാപ്പനീസ് ലാംഗ്വേജ് സ്കൂളുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ നടത്തുന്ന ഒരു ഗെയിം സ്റ്റോൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ വെച്ചിട്ട് അവരുടെ നാട്ടിലെ കുറച്ച് വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നേപ്പാളിലെ ആൾക്കാർ ഇതുപോലെ മെഹന്തി ഇടുകയും അവിടുത്തെ നാട്ടിലെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോളും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് നേപ്പാളിലെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നാട്ടിലെ ഉത്സവങ്ങൾ പോലെ മൈക്ക് സെറ്റോ മറ്റ് ബഹളങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ നടത്താറുള്ളത്. ഇതും അങ്ങനെ തന്നെ.